കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വർഷക്കാലമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മിക്സർ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. രണ്ട് കപ്പ് കടലപ്പൊടി. അതോടൊപ്പം വേണ്ടത് 2 കപ്പിന് അനുസൃതമായിട്ട് നമുക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 2 കപ്പ് കടലപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പോളം വറുത്ത അരിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അളവ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അളവ് വെച്ചിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന കടലമാവിൻ്റെ കപ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഞാനിതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നീട് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടി ചേർക്കുന്നതുകൊണ്ട് ഇപ്പം അധികം മുളക് ചേർക്കേണ്ട കേട്ടോ നമുക്ക്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കായപ്പൊടി. ഇപ്പോൾ കായപ്പൊടിയുടെ ടേസ്റ്റാണ് നമുക്ക് മിക്സറിൽ അധികം വേണ്ടത്. അപ്പോൾ 1 ടീസ്പൂണോളം കായപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ഇതിലേക്ക് ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം കൊടുത്ത് നമ്മൾ കൈകൊണ്ട് ഒരു ചപ്പാത്തി രീതിയിലേക്ക്, അതായത് ചപ്പാത്തിയിലും കുറച്ച് മോയ്സ്റ്റുള്ള രീതിയിലേക്ക് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാൻ നിൽക്കേണ്ട. ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ഇത് പെട്ടെന്ന്, അതായത് കടലപ്പൊടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതായി വരും. നമ്മൾ ഗോതമ്പ് പൊടി പോലെയല്ല കടലപ്പൊടി. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് വരണ പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സേവനാഴിയിലാണ് കേട്ടോ നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടത്. നമ്മൾ നൂലപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഇതിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊരു തുള്ളി കുറച്ച് ഏകദേശം ഒരു 2 ടീസ്പൂണോളം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലമാവും അരിപ്പൊടിയും ചേർത്തത് ഇതേ കുഴച്ച് ഇതിലേക്ക് നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇതായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിന് ഇന്നതൊന്നൊന്നുമില്ല. അത്യാവശ്യം വേണ്ടത് കപ്പലണ്ടി. നമ്മുടെ കയ്യിൽ തൊണ്ട് കപ്പലണ്ടി ഉണ്ടെങ്കിൽ തൊണ്ട് കപ്പലണ്ടി ഇടാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ടൈപ്പ് കപ്പലണ്ടിയാണ്. അപ്പോൾ ഞാനിത് 1 പാക്കറ്റോളം ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് അവൽ ഉപയോഗിക്കാം കേട്ടോ. അവൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവൽ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് അവല് നമുക്കിതിലേക്ക് വറുത്തെടുക്കാം. അവൽ വറുത്ത് പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അണ്ടിപ്പരിപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയായിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇടാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അണ്ടിപ്പരിപ്പ് നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് നമുക്ക് നല്ലതാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബദാമിൻ്റെ കുറച്ച് നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ ഈ ബദാം നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇടാൻ നിൽക്കേണ്ട. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഇങ്ങനെ വറുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വായിൽ കടിക്കാൻ. 1-2 ആക്കിയിട്ട് നമുക്കൊന്ന് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലെങ്കിൽ വെറുതെ ഒന്ന് നമ്മളങ്ങനെ 2 ആക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സറിന് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അത്രയേ ഉള്ളൂ. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം ഇടാൻ നിൽക്കേണ്ട. നമുക്കുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. പിന്നെ പട്ടാണി
ഇതെല്ലാമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാഷ്യൂനട്ട്, കപ്പലണ്ടി, നമ്മുടെ അവൽ, ബദാം, പട്ടാണി, ഇതൊക്കെ നമുക്കൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന ഇതിലേക്ക് നമുക്ക് ഈ ടൈപ്പിലുള്ള ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഓട്ടയുള്ളത് കേട്ടോ. ഇതിലേക്ക് നമുക്കിട്ട് നമുക്കിതിൻ്റെ മാവ് ഇതിലേക്ക് നമുക്ക് ഇടാം. കുറച്ച് മാവ് നമ്മളിതിൽ നിന്ന് ഒരു സ്പൂണോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ബൂന്തി ഉണ്ടാക്കിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ മിക്സറൊക്കെ. ഒന്ന് കണ്ണ് തുറക്കുമ്പോഴേക്കും മിക്സർ റെഡിയാവും. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സേവ നമുക്ക് ആദ്യം തന്നെ വറുത്തിട്ട് വേണം മറ്റുള്ളതൊക്കെ നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വറുത്ത് വരാം. ആദ്യം തന്നെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മുടെ ഇത് നമുക്കിതിലേക്ക് പിഴിഞ്ഞിടാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതേ രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ അരിപ്പൊടി ഇതും ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ആദ്യം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിർബന്ധമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ കോരി അതിലേക്ക് ഇട്ടു. അതിന് ശേഷമാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുരിഞ്ഞു തുടങ്ങിയിട്ട് നമുക്കതിനെ കോരിയെടുക്കാം. അല്ല, ഈ ഒരു പാകം മതി കേട്ടോ. നമുക്ക് അടുത്തത് അണ്ടിപ്പരിപ്പിന് ശേഷം നമുക്ക് കപ്പലണ്ടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മുഴുവൻ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഉള്ള കപ്പലണ്ടി ഇപ്പോൾ തൊണ്ട് കളഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തൊണ്ട് കളഞ്ഞ കപ്പലണ്ടി ഇട്ടത്. അതിനോടൊപ്പം തന്നെ ബദാം ഇട്ടു. അത് രണ്ടൊക്കെ ഒരേ വറവ് തന്നെയാണ്. അപ്പോൾ ഇത് വറുത്ത് കോരിയ ശേഷം നമുക്ക് അവലും പട്ടാണി നമുക്ക് വറുത്ത് കോരി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ പണി വേഗം കഴിഞ്ഞു കേട്ടോ. ഈ വറവ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് വറുത്തെടുക്കും. അപ്പോൾ നമ്മുടെ ബദാമും കപ്പലണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടത് ഭയങ്കര ചൂടായി ഇപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ അവലൊക്കെ ഇതേപോലെ ഇരിക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂട്. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ. അതൊന്ന് വറുത്ത് കോരി ഇതിലേക്ക് ഇടാം. ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കടലമാവിൽ ഈ വെളുത്തുള്ളി വരുമ്പോഴേ. അതോടൊപ്പം തന്നെ കുറച്ച് കറി ലീവ്സ് നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്ക് വറുത്ത് കോരി ഇതിലേക്ക് ആഡ് ചെയ്യാം.
നമ്മളെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടോ വേപ്പിൻ്റെ ഇല വരെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് കുറച്ചും കൂടി കായപ്പൊടി നമുക്കിതിലേക്ക് ഇടാം കേട്ടോ. ഈ ചൂടോട് കൂടിയുള്ള നമ്മൾ വറുത്ത് കോരുമ്പോൾ തണുത്തിട്ടല്ല ചേർക്കേണ്ടത്, ചൂടോട് കൂടി കുറച്ചും കൂടി കായപ്പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂണോളം നമ്മുടെ എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ചൂടിൽ എണ്ണയിൽ തന്നെ ആയിരിക്കണം. ഇപ്പം നമ്മൾ കോരിക്ക് നല്ല ചൂടിലാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മിക്സാക്കാം. അപ്പം നമ്മുടെ മിക്സർ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വിസ്തീർണ്ണമുള്ള നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി മിക്സർ നോക്കി തയ്യാറായി കഴിഞ്ഞു. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. നല്ല എരിവ് ആഗ്രഹമുള്ളവർക്ക് ഒരു 2-3 സ്പൂണോളം നമുക്ക് ചേർക്കാട്ടോ. എനിക്ക് അത്ര പേരുത്ത് എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ മാത്രം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് കണ്ട, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് മനസ്സിലാവണില്ല, അത്രയും അടിപൊളി ഇതിൽ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒത്തിരി നട്ട്സൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. കാഷ്യൂനട്ടും ഇതൊക്കെ നന്നായി ചേർത്തിട്ടുണ്ട് കേട്ടോ. ബദാമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അത്ര തന്നെ. നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് നമുക്ക് വായിൽ കടിക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വർഷക്കാലത്ത് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ പിള്ളേർക്കും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. മാത്രമല്ല ഇത് ഈ ഒരു അളവിന് തന്നെ വരുമ്പോൾ ഏകദേശം 1 കിലോത്തോളം മിക്സർ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സർ കണ്ടില്ലേ, ഇത്രത്തോളം ഉണ്ട്. പ്രാവശ്യം വലിയ ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കേട്ടോ, നല്ല കറുകറുന്ന് തന്നെയുള്ള നമ്മുടെ നല്ല കറുകറുപ്പുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.